11 വയസ്സ് മുതൽ നോക്കിയൊരു കുട്ടിയുണ്ട്. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കിച്ചുവിനെക്കുറിച്ച് രേണുസുതി. താൻ വളർത്തിയ കിച്ചു ആശുപത്രിയിൽ സന്ദർശിക്കാത്തതിനുള്ള വിഷമം പങ്കുവെച്ച് രേണുസുതി. 2 മാസം മുമ്പ് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇരുവരും തമ്മിൽ അകലാൻ കാരണമായത്. വേദനയ്ക്കിടയിലും യൂട്യൂബ് ചാനലിൽ രേണുസുതി സജീവമായി നിൽക്കുന്നുണ്ട്. തന്റെ ആശുപത്രി വിവരങ്ങൾ പറഞ്ഞും പാട്ടുകൾ പാടിയും രേണു മുന്നോട്ട് പോകുകയാണ്. ഇതിനിടയിലാണ് കിച്ചു തന്നെ ഇതുവരെയും കാണാൻ വന്നിട്ടില്ലെന്നും താൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അങ്ങനെ ആയതെന്ന് അറിയില്ലെന്നും രേണുസുതി പറയുന്നു. 11 വയസ്സ് തൊട്ട് നോക്കിയൊരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനിത് പറഞ്ഞാൽ വലിയ വിവാദമാകുമെന്നറിയാം. പക്ഷെ വിവാദമാക്കാൻ പറയുന്നതുമല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല. ക്ഷമിക്കുന്നു ഞാൻ. ആരും വിവാദമാക്കരുത്. എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് പേര് എന്നോട് കിച്ചു വന്നോ എന്ന് ചോദിച്ചു. ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. വന്നു എന്ന് വ്യാജ വാർത്തകൾ വന്നായിരുന്നു. എന്തോ ആകട്ടെ, കിടക്കയിൽ കിടക്കുമ്പോൾ ഒന്ന് വന്ന് കാണാൻ ആർക്കാണെങ്കിലും ആഗ്രഹം കാണില്ലേ? എത്രയോ പേർ കാണാൻ വരുന്നു. ഇൻഫെക്ഷൻ പ്രശ്നമുള്ളത് കൊണ്ട് മാസ്ക് ഒക്കെ വെച്ച് വാതിലിലാണ് അവർ വന്ന് കണ്ടുപോകുന്നത്. ഒത്തിരി കൈത്താങ്ങുകളുണ്ട്. ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതിനിടയിൽ വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്ക് അവരോട് ഒന്നും പറയാനില്ല എന്നായിരുന്നു രേണുസുതിയുടെ വാക്കുകൾ. 2 മാസങ്ങൾക്ക് മുമ്പായിരുന്നു രേണുവും കിച്ചും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കിച്ചു തന്റെ യൂട്യൂബ് ചാനൽ വഴി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇതോടെ ഇവർക്കിടയിൽ ചെറിയ പിണക്കങ്ങളുണ്ടായി.